ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഊബ്ലക്കാണ്. ഊബ്ലക്ക് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലായി കാണും. നമ്മുടെ M4 ടെക്കിലെ ജിയോ മച്ചാൻ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ്, റിയൽ ആണോ, സംഭവം ഫേക്ക് ആണോ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ കോൺഫ്ലവറോ അല്ലെങ്കിൽ കോൺസ്റ്റാർച്ചോ ആണ്. കോൺസ്റ്റാർച്ച് എന്ന് നിങ്ങൾ കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. കോൺസ്റ്റാർച്ച് അധികം ആളുകൾ ഇല്ല എന്ന് പറയും. പക്ഷേ നിങ്ങൾ കോൺഫ്ലവർ വാങ്ങിച്ചാൽ മതി. ഇതിന് കോൺഫ്ലവറാണ് ബെസ്റ്റ്. അപ്പോൾ വീട്ടിലൊക്കെ കോൺഫ്ലവർക്ക് അവൈലബിൾ ആണ്. ഇത് ഏകദേശം വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടേ ഉള്ളൂ കോൺഫ്ലവറിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷേ കളിച്ച് നോക്കാൻ നല്ല രസമുള്ളൊരു സാധനമാണ്. അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ഇവിടെ നമ്മുടെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവറാണ്, കോൺസ്റ്റാർച്ച് അല്ല, കോൺഫ്ലവറാണ്. പിന്നെ ഇത് മിക്സ് ചെയ്യാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതുപോലെ. പിന്നെ ഒരു മഗ് വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിക്സിങ് തുടങ്ങാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കോൺഫ്ലവർ നമുക്ക് ഇതിലോട്ട് പൊട്ടിച്ചിടാം. അപ്പോൾ ഇത് ഏകദേശം 1/2 കിലോ ഉണ്ട്. നമ്മൾ അളന്ന് വാങ്ങിച്ചതാണ്. 1/2 കിലോ ഫ്ലവറാണ്. വേണ്ട, ഇതിനകത്തുനിന്ന് നമ്മൾ ഈ ഒരു ഫ്ലവർ നമ്മളിതാ ഇതിനകത്തോട്ട് തട്ടിക്കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, തട്ടിക്കൊടുക്കും. ഓക്കെ, എല്ലാ കോൺഫ്ലവറും നമ്മളിതാ ഇവിടെ തട്ടി. ഇതിനകത്തൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്കിവിടെ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മളിതാ ഈ ഒരു കോൺഫ്ലവറിലോട്ട് ശകലച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഉണ്ടാ അതുപോലെ നമ്മൾ ശകലച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു പരുവായി വരുന്നുണ്ട്. ഓക്കെ, ഇതിന് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ തന്നെയാണ് വീഡിയോയിൽ കാണിച്ചത്. ഓക്കെ, നമ്മൾ വെള്ളം ഒരിക്കലും ഓവറാക്കാൻ പാടില്ല. വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കോൺഫ്ലവറിൻ്റെ ആവശ്യം വരും. സോ നമ്മൾ വെള്ളം ഓവറാക്കരുത്. നമുക്ക് അല്ലാതെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഒരു സ്ലൈമിൻ്റെ വേറൊരു ഭാവം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. സ്ലൈം പോലെ നമുക്ക് കളിക്കാനുള്ള ഒരു സംഭവമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അത് വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിതാ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇടിച്ചാലൊന്നും നമ്മുടെ കയ്യിലൊന്നും ആവത്തില്ല. അതാ മുങ്ങിയൊന്നും പോകത്തില്ല. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ട ഒരു ഇതുമായിട്ടില്ല. കണ്ട നേരെ മറിച്ച് നമ്മളിതാ ഇങ്ങനെ വിരൽ വെച്ചതാ ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇത് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിതാ ഇതിപ്പോൾ ഒരു കട്ട എടുത്ത് നമ്മളിതാ ബോൾ പോലെ ആക്കിയാണ്, നല്ല സ്പീഡിലാക്കുകയാണ്. ആക്കിയതിന് ശേഷം നമ്മളിതാ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് വെള്ളം പോലെ തിരിച്ച് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കണ്ട നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമുക്കത് ബോൾ പോലെയാക്കി കിട്ടും. കണ്ട, എന്നിട്ട് തിരിച്ചെടുക്കുമ്പോഴത്തേക്കും അത് തിരിച്ച് വെള്ളം പോലെയായി ഒരു സ്ലൈമും. അതുപോലെ തന്നെ നമ്മളിതാ ഇങ്ങനെ സ്പീഡിൽ നമ്മളെ കൈ ഇങ്ങനെ ആക്കി കഴിഞ്ഞാലൊന്നും അതിലൊട്ടത്തില്ല. കണ്ട, നേരെ മറിച്ച് നമ്മൾ പതുക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഇറങ്ങിപ്പോകും. കണ്ട, ഒരു ബോൾ നമ്മളിതാ ഇങ്ങനെ കയ്യിൽ വെച്ച് ഉണ്ടാക്കുകയാണ്. ഇതാ ഈ ഒരു ബോൾ ഇതാ ഇതുപോലെ മാവ് വെച്ച് ഉണ്ടാക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഒന്ന് അല്ലാതെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതാ മെൽറ്റായി പോകുന്നത് കാണാൻ പറ്റും. കണ്ട കണ്ട ഒരു നമ്മൾ കൈ വെച്ച് എടുക്കുമ്പോഴത്തേക്കും അത് ഹാർഡാവും. നല്ല ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഹാർഡാവും. കണ്ട, ഇനി നമ്മളിതാ ഇത് ജസ്റ്റ് ഇതാ ഇതിപ്പം നല്ല മാവ് പോലെയായി. ഇനി നമ്മളിതാ ഇത് ഇങ്ങനെ കയ്യിൽ ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ എന്താ മെൽറ്റായി പോണത് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. തിരിച്ച് ഇപ്പം ഇത് വെള്ളം പോലെയാണ് കിടക്കുന്നത്. എന്ന് നമ്മളിത് ഇങ്ങനെ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പൊട്ടൽ പോലെ വരുന്നത് കാണാൻ പറ്റും. അത് അവിടെ ഹാർഡനാവുന്നതാണ്. ഇനി നമ്മളിതാ ഇവിടെ കുറച്ച് കളർ ആഡ് ചെയ്യാണ്. അക്രിലിക് കളറാണ് നമ്മൾ ശകലം ഇതിൽ ആഡ് ചെയ്യാണ്. നമ്മളിപ്പോൾ മഞ്ഞ കളറാണ് ആഡ് ചെയ്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ആവത്തില്ല. കണ്ടോ? അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഈ ഒരു പ്രത്യേകത ഇതാണ്. നമ്മളിങ്ങനെ ഇടിച്ചാലോ എന്ത് ചെയ്താലും അത് നമ്മുടെ കയ്യിലാവത്തില്ല. പക്ഷേ നമ്മൾ സ്മൂത്തായിട്ട് അത് ആക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലാവും. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. നല്ല രസമുണ്ട് അത് കാണാൻ, ചെയ്യാനും നല്ല രസമുണ്ട്. അപ്പോൾ കോൺഫ്ലവറൊക്കെ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് കിട്ടുമ്പോഴൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നല്ല രസമുണ്ട് ചെയ്യേ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. കണ്ട, ഇതിപ്പോൾ നല്ല മാവ് പോലെ നമ്മളിത് ആക്കുകയാണ്. ആക്കിയതിന് ശേഷം ഇതാ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് കണ്ട ലിക്വിഡ് ഫോമിൽ ഇതാ പോണം. എത്ര മാവ് പോലെ നമ്മളാക്കിയത്, നമ്മൾ പ്രഷർ കൊടുക്കും തോറും അത് ഹാർഡനാവും. പ്രഷർ കൊടുക്കാതെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് സോഫ്റ്റനായിട്ട് ഇതാകണ്ട.
അപ്പോൾ എന്താണ് ഊബ്ലക്ക്? ഊബ്ലക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസ്റ്റാർച്ചും വാട്ടറും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു വളരെ കളിക്കാനൊക്കെ നല്ല രസമായിട്ടുള്ളൊരു സബ്സ്റ്റൻസാണ് ഈ ഒരു ഊബ്ലക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്താ പറയുക, ജസ്റ്റ് ഫണ്ണിനായിട്ട് മാത്രം എടുക്കുക, അല്ലാതെ വേറൊരു യൂസും അതിനെ കൊണ്ട് വരുന്നില്ല. അപ്പോൾ ഈ ഊബ്ലക്കിൻ്റെ ഇതിനകത്ത് നമുക്ക് ഇടേണ്ടതെന്ന് പറയുമ്പോൾ കോൺസ്റ്റാർച്ച് അല്ലെങ്കിൽ പൗഡർ, കോൺഫ്ലവറാണ് മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. കോൺഫ്ലവർ നിങ്ങൾക്ക് ഇടാം. ഇപ്പോൾ ഊബ്ലക്ക് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാർച്ച്, അതായത് വെള്ളത്തിൽ ഈ ഒരു സ്റ്റാർച്ച് സസ്പെൻഷൻ പോലെ കിടക്കുന്ന ആ ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു ഫിനോമിന എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഡെൻസ് സസ്പെൻഷനിൽ ഈ ഒരു ഊബ്ലക്കിൻ്റെ ആ ഒരു പാർട്ടിക്കിൾസ് സസ്പെൻഡ് ചെയ്ത് ഇങ്ങനെ കിടക്കുന്നതാണ് അതിൻ്റെ ആ പിന്നിലുള്ള സയൻസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല ഇത് നമുക്ക് സോളിഡാണോ ലിക്വിഡാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആ ഒരു പരുവത്തിലായിരിക്കും അത് ഇരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളെന്തായാലും പതുക്കെ നമ്മൾ ഈ ഒരു കൈ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ കൈ അതിനകത്തോട്ട് മുങ്ങിപ്പോവും. ഇല്ലാതെയാണെങ്കിൽ നമുക്ക് നല്ല പ്രഷർ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കത് സോളിഡായിട്ട് തോന്നും. അതാണ് ഇതിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അടിപൊളിയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാവുന്നേ ഉള്ളൂ. ഇതെന്ന് പറയുന്ന ഒരു ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. അതായത് എന്താ പറയുക, ഒരു ഗ്രാവിറ്റി, എന്താ പറയുക, നമുക്ക് ഒന്ന് സോളിഡും ലിക്വിഡും അല്ലാത്ത ഫോം, അതായത് എന്താ പറയുക, സോളിഡും അല്ല, നമ്മൾ കയ്യിലെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ലിക്വിഡായിട്ട് തോന്നും, അല്ലാതെ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് സോളിഡായിട്ട് തോന്നും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഹാംഫുൾ ആയിട്ടുള്ളൊരു സാധനമല്ല, കുട്ടികൾക്ക് തീർച്ചയായിട്ടും കളിക്കാൻ കൊടുക്കുന്നത്. ഈ കോൺഫ്ലവറൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് എത്ര ദിവസം വരെ ഇരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2 ആഴ്ച വരെ ഇരിക്കുമെന്നാണ് പറയുന്നത്. ഇത് ഡ്രൈ ആവുന്നവരെ, ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതെന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കോൺഫ്ലവർ തന്നെ തിരിച്ച് കോൺഫ്ലവറിൻ്റെ ആ ഒരു രൂപത്തിലോട്ടാവും. അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതെന്ന് പറയുമ്പോൾ പൊറോട്ടയ്ക്ക് മാവടിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. നമ്മളിങ്ങനെ നമ്മുടെ ടേബിളിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല രസമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു ഫീൽ തന്നെയാണ് അത് ഇങ്ങനെ ഉപയോഗിച്ച് വരുന്നതെന്ന് പറയുന്നത്. നല്ല രസമാണ് അത്. എന്താ പറയുക, ഫീല് നമ്മൾ കണ്ടാൽ പോരാ, നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കണം. നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശകലം കോൺസ്റ്റാർച്ച് മതി, കോൺഫ്ലവർ മതി, നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ. പിന്നെ കളർ ആഡ് ചെയ്യാമെങ്കിൽ കളർ ആഡ് ചെയ്യുക, അങ്ങനെ എന്തുവാണെങ്കിലും നമുക്ക് അതിൽ ചെയ്ത് വെച്ച് കളിക്കാമെന്നേ ഉള്ളൂ. ഇത് 2 ആഴ്ച വരെ ഇത് ഡ്രൈ ഔട്ട് ആവാതിരിക്കും. ഡ്രൈ ഔട്ട് ആയി കഴിഞ്ഞാൽ ഇത് തിരിച്ച് കോൺസ്റ്റാർച്ച് എന്ന് പറയുന്ന ആ ഒരു രൂപത്തിലോട്ട് പോകും, ആ ഒരു പൊടിയായിട്ട് മാറും. തിരിച്ച് നിങ്ങൾക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് അത് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇതിലും കിടിലവും അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.